ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് 3-4 ദിവസമായിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ഇതിന് മുമ്പ് അതിലേറെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളരെ വിഷമത്തിലായിരുന്നു നമ്മൾ. എന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇല്ല വീഡിയോ എടുക്കാനും എന്താ പറയാ ഒന്നിനും മൂടുണ്ടായിരുന്നില്ല. ഷോർട്സ് എടുക്കും, അതിടുന്നല്ലാതെ ഞാനാകെ ടെൻഷനിലായിരുന്നു. അതായത് മാളുവിന് വീഡിയോ ചെയ്തിട്ടില്ല. കയ്യുമൊരു സർജറി കഴിഞ്ഞു. അതായത് ഒരു കുരു ഉണ്ടായിന്ന്. അപ്പോൾ ആദ്യമൊന്നും വലിയ കാര്യമാക്കിയില്ല. എങ്കിലും കൂടിയിട്ട് ലാസ്റ്റ് നമുക്ക് വിഷമിക്കണ ഒരു സംഭവമാണ് അവരെ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ ചെറിയ ഇതിന്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ ബയോപ്സി ചെയ്യണം പറഞ്ഞ് MRI എടുക്കണം പറഞ്ഞ് MRI എടുത്തപ്പോ അതിൽ റെഡി ആയില്ല. പിന്നെ ഒരു എത്ര 3000-ന്റെ ഒരു എന്തോ ഒരു മരുന്ന് വെച്ചിട്ട് വീണ്ടും ചെയ്ത്. അപ്പൊ അതിന്റെ ടെസ്റ്റ് കിട്ടിയിട്ടില്ല. നാളെ കിട്ടുള്ളൂ. ഇന്ന് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായി. ഇന്ന് കിട്ടിയിട്ടില്ല, നാളെ കിട്ടുള്ളൂ അല്ലേ? അതെ. ശരിക്കും ഒരു ചെറിയ ഒരു കുരുവാണ് ഉണ്ടായത്. അങ്ങ് വലിയ മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. കുറെ കഴിയുമ്പോൾ ഇവർക്ക് അത് അവിടെ ഇവിടെ തട്ടുമ്പോഴും കുട്ടികളെ ഇങ്ങനെ ഉമ്മ തന്നെ അടിക്കുമ്പോഴും വാതിലിന്റെ അവിടെ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന. വേദനയായിരുന്നു. തട്ടിക്കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ വേദന കയറും അല്ലേ? ഇപ്പൊ തന്നെ ആലോചിക്കുമ്പോ പക്ഷെ ഇപ്പൊ ആ വേദന ഒന്നുമില്ല. പക്ഷെ എനിക്ക് നല്ല മുറി വേദന ഉണ്ട്. പക്ഷെ ഈ ടെസ്റ്റ് എന്താവുന്നുള്ളൊരു അതെ ഒരു ടെൻഷനിലാണ് ആദ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട്. ഇതിന് ആദ്യം തിരൂര് ഒരു ഡോക്ടറെ കാണിച്ച്. അപ്പോൾ അവർ പറഞ്ഞു 15 ദിവസത്തെ മരുന്ന് തന്നിട്ട് ഇതിനെ മേലെ വെച്ച് കെട്ടിയിട്ട് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോലും ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ 15 ദിവസം കൊണ്ട് പൊട്ടിപ്പോല് പോയിട്ട് ചുറ്റുഭാഗം മുഴുവൻ മുറിവാൻ തുടങ്ങി. അങ്ങനെ എന്തോ ഒരു ഇതാണ് ടോട്ടൽ ഇതൊക്കെ ഒരു ഇത് വരെ തുടങ്ങി. പിന്നെ അതിന് ശേഷം നമ്മൾ അൽമാസിൽ അതേപോലെ പിന്നെ മിംസിൽ 2 വട്ടം മിംസിൽ കാരണം നോക്കി. അതെ കുറച്ച് കുറവ് കണ്ടപ്പോ പ്ലാസ്റ്റിക് സർജറിന്റെ ഡോക്ടറെ കാണിച്ചത്. അതെ ആദ്യം ഞങ്ങൾ സർജനെ കാണിച്ചു. ശരിക്കും നമ്മളെ ഹൈർനിസാനാണ് ആദ്യം കാണിച്ചത്. നമ്മൾ കുറുകത്തണയിലുള്ള സർജനെ കാണിക്കണം. സർജനെ കാണിച്ചപ്പോ പറഞ്ഞു സർജന് ഇത് പ്ലാസ്റ്റിക് സർജറി കാണിക്കണം. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ നിസ്സാരായിരുന്നു. പക്ഷെ പ്ലാസ്റ്റിക് സർജറിന്റെ ഡോക്ടർ അതും നിസ്സാരാക്കി. പക്ഷെ ഇത് തുറന്നു നോക്കുമ്പോഴാണ് ഇത് തുറന്ന് നോക്കുമ്പോഴെന്ന് വെച്ചാൽ ഇത് എന്നെയും കൂടി കൂടെ കയറ്റിയിട്ടാണ് അവര് സർജറി ചെയ്തത്. അല്ല റൂമിൽ തന്നെ അതിന്റെ എല്ലാ സംവിധാനം ഉണ്ട്. മിംസ് വലിയ ഹോസ്പിറ്റലല്ലേ. അപ്പൊ അവര് ഇത് കീറുമ്പോ എന്നെ കാണിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇത്ര ആദ്യം മഞ്ചാടിക്കുരു പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി വലുതായി. കീറുമ്പോ കുറച്ചും കൂടി വലുതായിരുന്നു. അപ്പൊ കീറുമ്പോ ശരിക്കും ആ വലിയൊരു കഷ്ണം എടുത്തിട്ട് പിന്നെ കുറെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് കാണിച്ചു. ഞങ്ങൾ കോട്ടിന്റെ വലുപ്പത്തിലുണ്ടായിരുന്നു. അത് മാത്രല്ല പുറമെ കണ്ട മാതിരി കീറിയപ്പോ ഉള്ളിലേക്ക് വലിയൊരു കുയ്യായിരുന്നു. അതായത് നമ്മള് ഈ എന്താണ് കുയ്യാനൊക്കെ ഉണ്ടായിരുന്നില്ല, അതിന്റെ കുയ്യ ഉണ്ടാവില്ല, അത്രയും വലുപ്പത്തിലുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഡോക്ടറിനോട് പറഞ്ഞത് ഞങ്ങൾ ഇത്രയും ചുരണ്ടി എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചുരണ്ടിയില്ലെങ്കിൽ മുഴുവണ്ട് പോന്നോട്ടെ വെച്ചിട്ട് ചെയ്താണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല എങ്ങനെ ഇത് സാധനം കാണാറ്. ശരിക്കും ഒരു എന്താണ് ഈ എന്താണ് ചോറ് മാതിരിയൊക്കെയാണ് കാണുന്നത്. ഇത് കുറച്ച് എന്തോ ഷെല്ലുകളായിക്കാണ്ട് 6 അറകളായിക്കാണ്ട് പകരുന്നുണ്ടല്ലോ. കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നുണ്ട് ടെസ്റ്റില് പറഞ്ഞത്. ഏത് ഫസ്റ്റത്തെ ടെസ്റ്റില് അപ്പോഴാണ് കൂടുതൽ വ്യാപിക്കുന്നുണ്ട്. എന്താ പറയാ പകരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞ് ബയോപ്സി ചെയ്യണം. പിന്നെ MRI എടുക്കണം. അതെ ഒരു മരുന്ന് കയറ്റിക്കാനുള്ള MRI ഉണ്ട്, അത് ചെയ്യണം പറഞ്ഞു. അപ്പൊ അതൊക്കെ കൂടി കേട്ടപ്പോ തന്നെ ആകെ എന്താ പറയാ ലെവലില്ലാതായി. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ഏതായാലും അത് ടെസ്റ്റിന് വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്ന്. പിന്നെ 2-3 പ്രാവശ്യം ചെന്ന് കുറച്ച് ദിവസം ചെന്നപ്പോ ലേസം സ്റ്റിച്ച് എടുത്ത് മുഴുവൻ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ സ്റ്റിച്ച് എടുത്തപ്പോ തന്നെ അതിന്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി. അപ്പൊ ഉണങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരാഴ്ചയും കൂടി നീണ്ട്. പിന്നെ എത്ര ഒരു വേദന കണക്കില്ല, ഒന്നിനും പറ്റൂലേന്ന്. ആകെ ഉള്ളത് ഒരാളല്ലേ വീട്ടിലുള്ളത്. പിന്നെ അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാലോ. നോക്കൂല, ഇളകും. പക്ഷെ ഇളകി കഴിഞ്ഞാൽ പിന്നെ എന്റെ കൈകൊണ്ടൊക്കെ തീരെ പറ്റൂല. പിന്നെ ഭയങ്കര വേദന. കുറച്ച് സ്റ്റിച്ച് എടുത്തിട്ട് വീണ്ടും അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ഡോക്ടർ പീസൊക്കെ വലിയ പീസൊക്കെയാണ് അല്ലേ. ഈ 7 ദിവസം കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോൾ വീണ്ടും അടുത്ത പീസ് എടുക്കണം. ഏതായാലും ആവട്ടെ, നമുക്കൊന്നും ഇല്ലാഞ്ഞാൽ മതി. പൈസൻ്റെതല്ല. പ്രാർത്ഥിക്കണം ദിവസം. എല്ലാവരും പ്രാർത്ഥന വേണം. അത് വേറെ സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റിച്ച് എടുക്കാൻ ചെന്നാണ് ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞ് ഇവിടെ നിന്ന് മെസ്സേജൊക്കെ ചെയ്താൽ മതി, എല്ലാം ക്ലിയർ ആയിട്ടാണ് പക്ക. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആ റിസൾട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഡോക്ടർ റിസൾട്ട് നോക്കിയാണ് നേരെ ലാപ്ടോപ്പ് ഇതിൽ നോക്കിയിട്ട് പറയാണ്. ഡോക്ടർ മുഖം കണ്ടപ്പോൾ തന്നെ മാളോന്റെ എന്റെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഡോക്ടർ ഡോക്ടർ മുഖം ആകെ ടെൻഷനായി. അപ്പൊ തന്നെ ഞാൻ ഇതിൽ കൂടി ഒരു സംഭവം പോയി ആകെ ടെൻഷനായി.
പക്ഷെ പിന്നെ നമുക്ക് പഠിച്ചോൻ തന്നത് പിന്നെ നമുക്ക് സ്വീകരിക്കണ്ട, എന്ത് തന്നാലും സ്വീകരിക്കണം. രോഗങ്ങളായാലും എല്ലാം പരീക്ഷണമാണ്. ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒരു ടെസ്റ്റ് വേറെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഇതിനോട് ബന്ധപ്പെട്ട ഓമനോളജി ഡോക്ടറെ കാണിക്കണം, ചിലപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് നമ്മളടുത്ത് അത്രയും കാശില്ല, ഓല് പറഞ്ഞ കാശ് 10-18,000 റുപ്യോളം പറഞ്ഞു. അപ്പൊ നമ്മളെന്ത് ചെയ്ത് പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞു പോയി. പിന്നെ അങ്ങനെ കളക്ട് ചെയ്ത്. അത് മാത്രല്ല അല്ലേ, വരണ്ട, അത് അവർക്ക് വലിയ താല്പര്യം ഉണ്ടോ അറിയില്ല, അത് പിന്നെ പറയണ്ടേ. അപ്പോൾ പിറ്റേ ദിവസം പൈസ കളക്ട് ചെയ്തു. അതൊന്നും നമ്മുടെ അടുത്തുള്ള കാശല്ല, നമ്മൾ കളക്ട് ചെയ്തു, എത്തിച്ചെന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികളൊക്കെ ഇവക്ക് വേണ്ടപ്പെട്ട ഇവളെ ഫ്രണ്ട്സ് അല്ലേ ഒക്കെ പറയുന്നില്ല, അതിന്റെ ബാക്കി അത് പറഞ്ഞറിയാൻ കഴിയൂല. അതെ അതെ, പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെ പെട്ടെന്ന് അതെ. പക്ഷെ ഞാൻ വേറെ പക്ഷെ ഞാനും വേറെ ആളെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു കൊടുക്കാനുള്ള തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടി അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പൊ ഏതായാലും ചെയ്തു. അതെ, അപ്പൊ ഫൈനലി നാളെയാണ് അതിന്റെ റിസൾട്ട് വരാനുള്ളത്. അപ്പൊ അതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം പ്രാർത്ഥന വേണം, നാളെ നല്ലൊരു റിസൾട്ട് വരട്ടെ അല്ലേ. പക്ഷെ എല്ലാരും പറയേണ്ടത് കുഴപ്പമില്ല, പലവർക്കും ഉണ്ടായിട്ടുണ്ട്. ചെയ്തു പിന്നെ ഒരു ടെസ്റ്റിലൊക്കെ കഴിയുമ്പോ പിറ്റത്തെ ടെസ്റ്റിൽ ഒന്നും ഉണ്ടാവില്ല. എന്നാലും എങ്ങനെ ഒരാളെ സമാധാനിപ്പിച്ചാലും ആ റിസൾട്ട് കിട്ടണം അങ്ങനെ ആലോചിക്കുമ്പോ അതിലൊന്നും മനസ്സിന് ഫുള്ളൊരു ടെൻഷൻ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു. ആരെ പ്രാർത്ഥനയാണ് കേൾക്കാന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും പ്രാർത്ഥനയും വേണം. ഇത് കാണുന്നവരൊക്കെ ഒന്ന് എല്ലാവരും നല്ലൊന്ന് മനസ്സിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കട്ടെ. പിന്നെ വേറെന്താ, അതായത് ഇപ്പൊ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇല്ലാത്തത്. അപ്പൊ അതിന്റെ മൂടൊന്നുമില്ല, ഇപ്പൊ മൂഡ് ഉണ്ടായിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ. അതെ, ഇനി നാളെ നല്ല റിസൾട്ട് പറ്റുന്ന വേറൊരു വീഡിയോയിൽ ഇതിന്റെ റിസൾട്ട് എല്ലാം ഇങ്ങോട്ട് പറയേണ്ടത്. നല്ല സമാധാനമുള്ള റിസൾട്ട് ആവട്ടെ എന്ന് പഠിച്ചവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വരണ്ട്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. അതെ, ദ്വാരക്കുക. ഞാൻ അത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ ചിരിക്കണുണ്ട് എന്നേ ഉള്ളൂ, മനുഷ്യൻ ഉള്ളിങ്ങനെ നേറിക്കൊണ്ടിരിക്കണേ, ഒരു സമാധാനം ഇല്ല. ഇന്നിപ്പോ ഞങ്ങൾ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വിളിച്ചു. കാരണം അവർ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ചപ്പോ തിരക്കാണ്, ഞങ്ങൾ അങ്ങോട്ട് സത്യത്തില് പോവാൻ താല്പര്യമില്ല. ഹോസ്പിറ്റലിന്റെ അടുത്തിട്ട് ഞങ്ങൾ പോയിന്ന്, ബ്രിഡ്കോ പോയിന്ന് ഞങ്ങള് അല്ലേ, ഹോസ്പിറ്റലിന്റെ അടുത്തറ്റം പോയിന്ന്. അപ്പൊ അടുത്തൊരു പോയി ഹോസ്പിറ്റലിൽ കയറാൻ തോന്നിയില്ല. കാരണം ഒന്നുമില്ല, അവർ വിളിക്കുമ്പോ കയറാന്നില്ല, എന്തൊക്കെയാ ഇങ്ങോട്ട് തന്നെ പോരാൻ തോന്നി. അങ്ങനെ ഇങ്ങോട്ട് തന്നെ പോന്നി അവർ വിളിക്കുമ്പോ പോവാച്ചിട്ട് അല്ലേ. ഇവിടെ ഒരാളിട്ടതാ സംസാരിക്കൂല. അതെ, വന്നല്ലോ. അപ്പൊ ഇന്നത്തെ വീട് ഇത്ര കല്ലുള്ളൂ. അതിന്റെ പേരില്ലേ, നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അത് നല്ലൊരു വീഡിയോ ആയിരിക്കും. നിങ്ങളെ പ്രാർത്ഥന വേണം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.